Cambridge English 365 days. 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. Present continuous. Present continuous can be used in two different ways. And that's what we are going to understand in this video. Present continuous രണ്ട് വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഏതെല്ലാം സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്നത്. നമുക്കറിയാം ഫ്യൂച്ചർ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ചിൽ കൂടുതലോ ഓപ്ഷൻസ് നമുക്കുണ്ട് എന്ന് നമ്മൾ ഇതിനു മുമ്പ് 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ പറയുണ്ടായി. ബി ഗോയിങ് ടു, വിൽ, ഈ 2 വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ വീഡിയോ ആണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഇപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന ഗ്രാമർ ഫ്യൂച്ചറിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ബി ഗോയിങ് ടു, പ്രസന്റ് കണ്ടിന്യൂസ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോ ഫുള്ള് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുൻപ് സ്ഥാപനത്തെക്കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വെറും 5 സെക്കൻഡിനുള്ളിൽ പറയട്ടെ. ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സുകളുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ടീച്ചേഴ്സിന് ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ്, ഗോയിങ് ടു, ഇവർ രണ്ടും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഏതൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം, ഏത് സിറ്റുവേഷനിൽ നമുക്ക് ഗോയിങ് ടു ഉപയോഗിക്കാം, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ കുറച്ച് ടൈം എടുത്ത വീഡിയോ ആണ്, ഫുൾ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ബുക്സിലുള്ള നിയമം തന്നെയാണ്. നമുക്കത് ശ്രദ്ധയോടുകൂടി വായിക്കാം. കാരണം നമ്മുടെ ആവശ്യം ഇത് ഏതൊക്കെ സിറ്റുവേഷനിൽ ഉപയോഗിക്കുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ബേസിക് ലെവൽ CD ആയതുകൊണ്ട് വളരെ സ്ലോവിലാണ് ഞങ്ങൾ പറയുക. സഹകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ദ പ്രസന്റ് കണ്ടിന്യൂസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആക്ഷൻസ് ദാറ്റ് ആർ ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന ഫോം ഉപയോഗിക്കുന്നത്. ഇതൊരു പാസീവ് വോയിസ് ഫോമാണ് കേട്ടോ. ദ പ്രസന്റ് കണ്ടിന്യൂസ് ഈസ് യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു പാസീവ് വോയിസ് സെന്റൻസ് ആണ്. പാസീവ് വോയിസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്യൂച്ചർ കാര്യങ്ങളിൽ ഏതൊക്കെ ടോപ്പിക്സ് ഉപയോഗിക്കാം എന്നുള്ള വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ്. 2 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബി ഗോയിങ് ടു, അതുപോലെ തന്നെ വിൽ എങ്ങനെ ഉപയോഗിക്കാം, ഈ 2 വീഡിയോസും നമ്മൾ കാണണം കണ്ടിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ പാസീവ് വോയിസ്, കണ്ടീഷൻ സെൻസസ്, മോഡൽ ഓക്സ് വെർബ്സ്, ഇതൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. The present continuous is used to describe actions that are happening at the time of speaking. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. We can also use the same form, അതായത് ഈ പ്രസന്റ് കണ്ടിന്യൂസ് തന്നെ എവിടെ ഉപയോഗിക്കാം, to talk about and ask about future plans that have already been made, such as fixed arrangements. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും തെറ്റിക്കാറുള്ള കാര്യമാണിത്. ഫിക്സഡ് അറേഞ്ച്മെന്റ്സ് എന്നല്ല, ഫിക്സ്ഡ് അറേഞ്ച്മെന്റ്സ് എന്നാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ അറിയാതെ തെറ്റുവരുത്തും. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്, സ്പോട്ട് ഡിസിഷനിലല്ല. അതായത് ഫ്യൂച്ചർ പ്ലാൻസ് ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നീ നാളെ തൃശ്ശൂരിലേക്ക് പോകുന്നുണ്ടോ, നീ നാളെ ഒരു മൊബൈൽ വാങ്ങുന്നുണ്ടോ, ഇങ്ങനെ അറേഞ്ച്മെന്റ്സ്, അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇവൻ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്, ആർ യു ബൈയിങ് എ മൊബൈൽ ടുമാറോ. ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ വില്ലും ഷാലും ഒക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ മുമ്പ് പണ്ടൊക്കെ പഠിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുകയാണ് പ്രസന്റ് കണ്ടിന്യൂസ്, അതായത് ഇസാമ പ്ലസ് വെർബ് ING ഫോം. ഈ ഒരു പാറ്റേൺ നമുക്ക് എവിടെ ഉപയോഗിക്കാം, ഫ്യൂച്ചറിൽ ഉപയോഗിക്കാം. അപ്പോൾ 90% അല്ലെങ്കിൽ 95% സിറ്റുവേഷനിലും ഫ്യൂച്ചർ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേംബ്രിഡ്ജിന്റെ ബുക്സ് ഞങ്ങളിൽ നിന്ന് മേടിച്ചിട്ടുള്ളവർ, നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് കാര്യം ഒരു 25 ചാപ്റ്റേഴ്സ് നമ്മളത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ നിയമം മനസ്സിലാക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഒരു 25 ചാപ്റ്റേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്കൊരു 50% വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്ന ബുക്ക്, അതിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി.
അവരുടെ ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഏറ്റവും ഏറ്റവും ടോപ്പ് ലെവൽ ബുക്ക്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു നിയമമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് സെന്റൻസുകളാണ് ഇത് രണ്ടും. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ് നൗ, ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ് ടുമാറോ. ഇത് രണ്ട് സെന്റൻസുകളുടെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ് നൗ, ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്ലാൻ ചെയ്ത കാര്യം, ഫ്യൂച്ചർ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഐ എം പ്ലേയിങ് ക്രിക്കറ്റ് ടുമാറോ. സ്പോട്ട് ഡിസിഷൻ ആണെങ്കിൽ മാത്രം നമ്മൾ വിൽ ഉപയോഗിക്കുക. പ്ലാൻ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇപ്പൊ ഇനിയും ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഗോയിങ് ടു പ്രസന്റ് കണ്ടിന്യൂസ്, ഇത് നമ്മൾ ഡിഫറൻസ് എന്താണെന്നുള്ളത് വ്യക്തമായി ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഫുള്ള് കാണണം. പ്രസന്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മൾ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടി നമുക്കത് വായിക്കാം, നമുക്കത് തെറ്റ് വരാൻ പാടില്ല. We can also use the same form to talk about and ask about future plans that have already been made, such as fixed arrangements. അപ്പോൾ ഫ്യൂച്ചറിലെ കാര്യങ്ങളാണ്, ഫ്യൂച്ചർ പ്ലാൻസ് ആണ്, അത് ഫിക്സ്ഡ് അറേഞ്ച്മെന്റ്സ് ആണ്. ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നത്, ഫ്യൂച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ഫിക്സ്ഡ് അറേഞ്ച്മെന്റ്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് ഈ സെന്റൻസുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിനു മുൻപ് നമുക്ക് കൃത്യമായി ഈ ചാനൽ എങ്ങനെ നമ്മൾ പഠിക്കണം എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ പോവാണ്. ഓൾറെഡി ഇത് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാം. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 5 പ്ലേലിസ്റ്റുകളിലേക്കാണ്. നമുക്കത് കാണാൻ സാധിക്കും. 5 new words daily, 1 minute grammar, English grammar in Malayalam, English conversations, essential grammar in use. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കാണുക എന്നുള്ളതാണ്. ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൽ ഏത് വീഡിയോസാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അത് റെഗുലറായിട്ട് കാണാൻ ശ്രമിക്കാം. ഇപ്പോൾ നമുക്കറിയാം 5 new words daily, അത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നിന്നും സെലക്ട് ചെയ്ത വാക്കുകളുടെ കളക്ഷനാണ്. അതായത് 3000 വാക്കുകൾ വേണം. ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി നമുക്ക് 3000 വാക്കുകൾ വേണം. അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം 5 വാക്കുകൾ വെച്ച് നമ്മൾ പഠിച്ചെടുക്കും. അത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്സ്ഫോർഡ് 3000 എന്ന ഡിക്ഷണറിയിൽ നിന്നാണ്. അപ്പോൾ അത് ഒന്നും മിസ്സാക്കരുത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഗ്രാമർ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ അത് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 1 minute ഗ്രാമർ എന്ന പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കാം. അതുപോലെ തന്നെ എസെൻഷ്യൽ ഗ്രാമർ ഇൻ യൂസ് എന്ന പ്ലേലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഏറ്റവും ബേസിക് ലെവലിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക. കുറച്ചുകൂടി അഡ്വാൻസ് ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ കാറ്റഗറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യം ഓർഡർ നമ്മുടെ ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ഐഡിയ കിട്ടും. ബുക്സ് നിങ്ങൾ പരമാവധി മേടിക്കാൻ നോക്കണം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. 550 രൂപ മാത്രമേ ചിലവ് വരുള്ളൂ. അത് മേടിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമുക്ക് 4ാമത്തെ പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക ഇംഗ്ലീഷ് കോൺവെർസേഷൻസ്. നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് നമ്മൾ കേട്ട് പഠിക്കുകയാണ്. മാക്സിമം ആ റേഞ്ചിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഗ്രാമർ കൃത്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും മിസ്സാക്കരുത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി ഏതാണോ നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നിങ്ങൾ വീഡിയോസ് കൂടുതൽ കാണേണ്ടത്. എല്ലാ വീഡിയോസും കാണുന്നതിൽ തെറ്റില്ല, പക്ഷേ കൂടുതൽ കാണേണ്ടത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ്. അപ്പം നമ്മുടെ ആവശ്യമുള്ള പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഏറ്റവും ആദ്യം തൊട്ട് ഓരോന്നോരോന്ന് കണ്ടു തുടങ്ങുക. അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് സെന്റൻസ് വായിക്കാം. വാട്ട് ആർ യു ഡൂയിങ് അറ്റ് ദ വീക്കെൻഡ്? വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളെയാണ് വീക്കെൻഡ് എന്ന് പറയുന്നത്, ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. വാട്ട് ആർ യു ഡൂയിങ് അറ്റ് ദ വീക്കെൻഡ്? ആഴ്ച അവസാനം എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പം എന്താണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഐ ആം വിസിറ്റിംഗ് മൈ പാരൻസ്. ഞാൻ എൻ്റെ പാരൻസിനെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്, ഫിക്സഡ് അറേഞ്ച്മെന്റ് ആണ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഐ ആം ട്രാവലിംഗ് ടു സ്പെയിൻ ഓൺ ബിസിനസ്. ബിസിനസ് എന്നതിന് മുൻപ് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഓൺ ആണ്. ഐ ആം ട്രാവലിംഗ് ടു സ്പെയിൻ ഓൺ ബിസിനസ്. ബിസിനസ്സിന് വേണ്ടി സ്പെയിനിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ സെൻറ്റൻസുകളെല്ലാം ഫിക്സ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. മുമ്പേ കൂട്ടി പ്ലാൻ ചെയ്ത ഫിക്സ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ആയതുകൊണ്ടാണ് ഇവിടെ എല്ലായിടത്തും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചത്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന ഗ്രാമർ നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഫ്യൂച്ചർ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. സ്പോട്ട് ഡിസിഷൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വില്ലാണ്. മുൻപേ കൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ ഫിക്സ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചറിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ചോദ്യം യെസ് ആൻസർ നോ ആൻസർ എല്ലാം ഒരേപോലെയാണ് ഇത് രണ്ടിൻ്റെയും, കാരണം ഇത് ഗ്രാമർ സൈഡ് സെയിം ആണ്. ഇപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ ഐ ആം നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് നൗ, ഐ ആം നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് ടുമാറോ, ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ചോദ്യം ആക്കുകയാണെങ്കിൽ ആർ യു പ്ലേയിങ് ക്രിക്കറ്റ് നൗ, ആർ യു പ്ലേയിങ് ക്രിക്കറ്റ് ടുമാറോ. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സെയിം പാറ്റേൺ നമുക്ക് ഒന്ന് ഫ്യൂച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഒന്ന് പ്രസന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവും, സംശയമില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആ ബുക്സ് റെഫർ ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗോയിങ് ടു പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ ഡിഫറൻസ് എന്താണ്, ഇത് രണ്ട് ഫ്യൂച്ചറിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീഡിയോ ഫുൾ കാണുമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്ക് വായിക്കാം. Another way of talking about future plans is to use going to plus infinitive. അപ്പോൾ going to plus infinitive ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചർ കാര്യങ്ങൾ പറയാൻ, ഫ്യൂച്ചർ പ്ലാൻസ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡ്. അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് പറയാൻ നമുക്ക് രണ്ട് മെത്തേഡായി, ഗോയിങ് ടു അതുപോലെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസും. ഇനി അത് നമ്മൾ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. This form can be used to talk about future prediction. അപ്പോൾ ഫ്യൂച്ചർ പ്രഡിക്ഷൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോയിങ് ടു പ്ലസ് ഇൻഫിനിറ്റീവ് എന്ന ഫോം ഉപയോഗിക്കാം, അതൊരു മെത്തേഡ്. വീണ്ടും നമുക്കത് വായിക്കേണ്ടതുണ്ട്. It can also be used to talk about your intentions or decisions for the future. അപ്പോൾ ഡിസിഷൻ എടുത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, ഫ്യൂച്ചറിലേക്കുള്ള നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, ഇതൊക്കെ നമുക്ക് പറയാൻ സാധിക്കുക ഗോയിങ് ടു എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഗോയിങ് ടു പ്ലസ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്ന രണ്ട് മാർഗങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് പ്രഡിക്ഷൻ പറയാൻ വേണ്ടിയിട്ട്, രണ്ട് ഫ്യൂച്ചറിലേക്കുള്ള നിങ്ങളുടെ ഡിസിഷൻസും അതുപോലെ തന്നെ ഇൻറ്റൻഷൻസ്. ഈ രണ്ട് സിറ്റുവേഷനിൽ നമുക്ക് ഗോയിങ് ടു ഉപയോഗിക്കാം. നമുക്ക് സെൻറ്റൻസ് വായിക്കുമ്പോൾ അതുപോലെ ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ ഉദ്ദേശങ്ങളും ഫിക്സ്ഡ് അറേഞ്ച്മെൻറ്റ്സ് അല്ല, നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ ഉദ്ദേശങ്ങളും. ഫിക്സ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. ഫിക്സ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിൽ ഇത് നിങ്ങളുടെ ഉദ്ദേശമാണ്, നിങ്ങളുടെ പ്ലാൻ ആണ്, ഫിക്സ്ഡ് അറേഞ്ച്മെന്റ് അല്ല. നമുക്ക് വായിക്കാം. ഐ ആം ഗോയിങ് ടു സ്റ്റഡി മെഡിസിൻ അറ്റ് യൂണിവേഴ്സിറ്റി. നിങ്ങളുടെ ഉദ്ദേശമാണ്, നിങ്ങളുടെ ഇന്റൻഷൻ ആണ്. ഐ ആം ഗോയിങ് ടു വിസിറ്റ് മൈ മദർ. നിങ്ങളുടെ ഉദ്ദേശമാണ്. ഐ ആം ഗോയിങ് ടു ഗെറ്റ് എ ന്യൂ കാർ. നിങ്ങളുടെ ഇന്റൻഷൻ ആണ്. ഈ സിറ്റുവേഷനിലാണ് നിങ്ങൾ ഗോയിങ് ടു ഇൻഫിനിറ്റീവ് ഫോം ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഫിക്സ്ഡ് അറേഞ്ച്മെന്റ്സ് ആണെങ്കിൽ ഇത് ഇന്റൻഷൻ എന്നുള്ള രീതി മാറി നിങ്ങൾക്ക് ഇത് ഫിക്സ്ഡ് അറേഞ്ച്മെന്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഡയറക്റ്റ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ആണ്. സ്വാഭാവികമായിട്ടും നമുക്ക് കൺഫ്യൂഷൻ ആരംഭിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് ഫിക്സ്ഡ് അറേഞ്ച്മെന്റ് ആണോ, ഫിക്സ്ഡ് അറേഞ്ച്മെന്റ് ആണോ, അല്ലെങ്കിൽ അത് ഇന്റൻഷൻ ആണോ എന്നൊക്കെ എങ്ങനെയാണ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുക, അങ്ങനെയുള്ള ഡൗട്ട്സ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി തരാം. വലിയ പേടി കൂടാതെ തന്നെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസോ അല്ലെങ്കിൽ ഗോയിങ് ടു പ്ലസ് ഇൻഫിനിറ്റീവ് എന്ന ഫോമോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വലിയ രീതിയിൽ പേടിക്കേണ്ട കാര്യമില്ല. അതിന്റെ കാരണം ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് ഗോയിങ് ടു പ്ലസ് ഇൻഫിനിറ്റീവ് ക്യാൻ ബി യൂസ് ടു ടോക്ക് അബൌട്ട് ഫ്യൂച്ചർ പ്ലാൻസ്. ഇപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് ആണെങ്കിൽ രണ്ടിലും ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഫ്യൂച്ചർ പ്ലാൻസ് ആണെങ്കിൽ ഇനി അതിൽ തന്നെ ഇത് ഒരു ഇന്റൻഷൻ ആണോ അല്ലെങ്കിൽ അതൊരു ഫിക്സ്ഡ് അറേഞ്ച്മെന്റ് ആണോ എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. അത് ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓഫൺ ദർ ഈസ് നോട്ട് മച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ ദം ആൻഡ് യു ക്യാൻ യൂസ് ഏത് ഫോം. ഇതിൽ ഏത് ഫോം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഒരുവിധം എല്ലാ സിറ്റുവേഷനിലും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നാണ് അവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അതിൽ തമ്മിലുള്ള ഡിഫറൻസ് അവരവിടെ പറയുന്നുണ്ട്. ഇത് രണ്ട് ഫ്യൂച്ചർ പ്ലാൻസ് ആണ്, ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനുകളാണ്. ഇതിൽ ഒന്ന് ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്നു പ്രസന്റ് കണ്ടിന്യൂസ്, അത് കൊടുത്തിരിക്കുന്നത് ഫിക്സ്ഡ് അറേഞ്ച്മെന്റ് ആണ്. ഫിക്സ്ഡ് അറേഞ്ച്മെന്റ് ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം, ഫിക്സ്ഡ് അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ. പക്ഷെ രണ്ടാമത്തത് ഡിസിഷൻ ആണ് നിങ്ങളുടെ, അല്ലെങ്കിൽ ഒരു ഇന്റൻഷൻ ആണ്, നിങ്ങളുടെ ഒരു ഉദ്ദേശമാണ്, ഒരു ഡിസിഷൻ ആണ്. പക്ഷെ അത് ഫിക്സ്ഡ് അറേഞ്ച്മെന്റ് അല്ല. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട, അത് ഈസി ആയിട്ട് നിങ്ങളത് ഉപയോഗിച്ചോ.
നമുക്കതിൽ ഒരുവിധ സിറ്റുവേഷനിലൊക്കെ രണ്ടും ഒരേപോലെ ഉപയോഗിക്കാവുന്ന കാര്യമുള്ളൂ. കാരണം അത് ഫിക്സ്ഡ് അറേഞ്ച്മെൻ്റ് ആണോ അത് ഇൻറ്റൻഷൻ ആണോ അതൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യാനൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ബുക്സുകളിൽ നിന്നുള്ള നിയമം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പഠിച്ചെടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ തീർത്തും ആധികാരികമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ കമൻറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു 5 ഫ്രണ്ട്സിനെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഓൾറെഡി 3 കാര്യങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്പോട്ട് ഡിസിഷൻ ആണെങ്കിൽ വില്ല് ഉപയോഗിക്കണം. പ്ലാൻ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഫിക്സ്ഡ് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ട്രാക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ ഡിസിഷൻ ആണ് അല്ലെങ്കിൽ ഇൻറ്റൻഷൻ മാത്രമായിട്ട് നിൽക്കുമ്പോൾ അത് ഗോയിങ് ടു ആണ്. അപ്പം ഞാൻ 3 കാര്യങ്ങൾ നിങ്ങൾക്കത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഐ വിൽ ബൈ എ കേംബ്രിഡ്ജ് ബുക്ക്. ഞാൻ അവിടെ എഴുതാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. 3 സെൻറ്റൻസുകൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 സെൻറ്റൻസുകളാണിത്. വിൽ, ഗോയിങ് ടു, പ്രസന്റ് കണ്ടിന്യൂസ്. ഈ 3 ടോപ്പിക്സ് വിൽ, ഗോയിങ് ടു, പ്രസന്റ് കണ്ടിന്യൂസ്, ഈ 3 കാര്യങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കുന്നു. സ്പോട്ട് ഡിസിഷൻ ആണെങ്കിൽ വില്ല് ഉപയോഗിക്കണം. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പറയാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, അതുപോലെ ഗോയിങ് ടു പ്ലസ് ഇൻഫിനിറ്റീവ് എന്ന ഫോം ഉണ്ട്. ഇതിൽ ഫിക്സ്ഡ് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. അത് ഇൻറ്റൻഷൻ മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഗോയിങ് ടു പ്ലസ് ഇൻഫിനിറ്റീവ് എന്ന ഫോം ഉപയോഗിക്കണം. ഈ ഒരു സിറ്റുവേഷൻ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാം. നമ്മളിപ്പോൾ ഈ ഗ്രാമർ ക്ലാസ് കേട്ടു. ഇത് കേട്ട് നമ്മളൊരു ബുക്ക് മേടിക്കാൻ തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പോട്ട് ഡിസിഷൻ, പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഓക്കെ, ഐ വിൽ ബൈ എ ഗ്രാമർ ബുക്ക് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഞാൻ ഗ്രാമർ ബുക്ക് വാങ്ങും. അവിടെ ഉപയോഗിക്കേണ്ടത് ഇതാണ്. അപ്പോൾ ഈ ഡിസിഷൻ എടുത്തു. ഈ ഡിസിഷൻ നാളെ നമ്മൾ പറയുമ്പോൾ അത് പ്ലാനാണ്. നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ച കാര്യമാണ്. ഇന്നലെ തന്നെ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളത് പ്ലാനായി മാറി. ഈ പ്ലാൻ നമുക്ക് അതൊരു ഉദ്ദേശം മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഐ എം ഗോയിങ് ടു ബൈ എ ഗ്രാമർ ബുക്ക് നെക്സ്റ്റ് വീക്ക്. അതൊരു ഫിക്സ്ഡ് അറേഞ്ച്മെൻ്റ് ആയി. പൈസ അടയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തീരുമാനം എടുത്തു കഴിഞ്ഞു. ഫിക്സ്ഡ് അറേഞ്ച്മെൻ്റ് ആണ്. ഐ എം ബൈയിങ് എ ഗ്രാമർ ബുക്ക് നെക്സ്റ്റ് വീക്ക്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ 2 സ്പെഷ്യൽ ബുക്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു സ്പെഷ്യൽ ബുക്കും ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ബുക്കും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 82815556 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് വെറും 550 രൂപ ട്രാൻസ്ഫർ ചെയ്യാം. അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം 82815556 എന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് വെറും 30 മണിക്കൂറിനുള്ളിൽ 70% ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. ആ ബുക്കിനും നമുക്ക് വരുന്ന റേറ്റ് സെയിം ആണ്, 550 രൂപ. അതിനുവേണ്ടി സേവ് നമ്പറിലേക്ക് വിളിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹോം പേജിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എപ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീ ആയി ലഭിക്കുന്ന ഇത്തരം വീഡിയോസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഏതെങ്കിലും വീഡിയോസ് സെലക്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.